അപ്പം ഇനി കുറച്ച് ഈ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്സ്, കൗൺസിലിംഗ് ആൻഡ് ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ആണല്ലോ നമ്മുടെ മൊഡ്യൂള്. അപ്പോൾ അതിൻ്റെ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so the first one is a helping relationship a helping relationship is a relationship initially structured by the counselor or a therapist. അതായത് ഈ ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് സ്ട്രക്ചേർഡ് ബൈ ദ കൗൺസിലർ ഓർ തെറാപ്പിസ്റ്റ്. നമ്മളാണത് സ്ട്രക്ചർ ചെയ്യുന്നത്, എങ്ങനെ വേണം, എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് വേണ്ടതെന്നുള്ളത് നമ്മളാണ് സ്ട്രക്ചർ ചെയ്യുന്നത്. ബട്ട് ഓപ്പൺ ടു കോപ്പറേറ്റീവ് റീകൺസ്ട്രക്റ്റിംഗ് ബേസ്ഡ് ഓൺ ദ നീഡ്സ് ഓഫ് ദ ക്ലയൻറ്റ്. അതായത് ക്ലയൻസിൻ്റെ നീഡ്സ് അതിനനുസരിച്ച് നമുക്ക് ക്ലയൻസിൻ്റെ നീഡ്സിനനുസരിച്ച് അവരുടെ കോപ്പറേഷൻ കൂടെ കൂട്ടിയിട്ട് നമുക്ക് അത് റീസ്ട്രക്ചർ ചെയ്യാം. ഇങ്ങനെയല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോയിൻറ്റ് പ്ലാനാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനായിരിക്കും, പക്ഷെ പിന്നെ എങ്ങനെ വേണം എന്നുള്ളതും എല്ലാ ക്ലയൻറ്റിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റീസ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ബിഗിൻസ് വിത്ത് ദ ഇനീഷ്യൽ മീറ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ടെർമിനേഷൻ. അതായത് ഒരു ഇനീഷ്യൽ മീറ്റിംഗിൽ നിന്നാണ് തുടങ്ങുന്നത് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ത്രൂ എന്താണ് ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. അപ്പം ഇങ്ങനെ തുടങ്ങി അവസാനിപ്പിക്കുന്നത് വരെയുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കൗൺസിലിംഗ്. അല്ലാതെ ഇന്ന് കണ്ടു ഇന്ന് കൗൺസിൽ ചെയ്ത് വിട്ടു അങ്ങനെ ഒരു ഇതല്ല, പക്ഷെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇനീഷ്യൽ മീറ്റിംഗ്. ഇപ്പോൾ റാപ്പോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് റാപ്പോ എന്താണ്, ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇപ്പം നമ്മളൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോയ ഉടനെ എൻ്റെ പ്രശ്നം ഇതൊക്കെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ സങ്കടങ്ങളാണ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ പറഞ്ഞേക്കാം, പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ ഒരു കൗൺസിലറിൻ്റെ ട്രസ്റ്റ് ആവശ്യമുണ്ടാവും. അപ്പം മെല്ലെ മെല്ലെ നമ്മളിങ്ങനെ കാര്യങ്ങൾ നോക്കി 1, 2, 3 സെഷൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ശരിക്കും കിടക്കും. ആദ്യം പേരെന്താ, എന്താ ചെയ്യുന്നത്, പഠിക്കുന്നത് എന്താണ്, എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തു, ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, ഹോബീസ്, റിലേഷൻഷിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ജനറലായിട്ട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ് ഒരു റാപ്പോ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കൗൺസിലിംഗ് തുടങ്ങുന്നത് തന്നെ ശരിക്കും. സോ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിച്ച് ഓൾ പേഴ്സൺസ് ഇൻവോൾവ്ഡ് പെർസീവ് ദ എക്സിസ്റ്റൻസ് ഓഫ് ട്രസ്റ്റ്, കെയറിങ്, ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. സോ ഇതിൽ എല്ലാവരും ഈ കൗൺസിലിങ്ങിൽ പാർട്ടായിട്ടുള്ള ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ട്രസ്റ്റ്, ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അവർക്ക് പെർസീവ് ചെയ്യണം. അതായത് ട്രസ്റ്റ്, വിശ്വാസം വേണം, ഒരു കെയറിങ് വേണം, നമ്മൾ അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ഇത് വേണം, കൺസേൺ വേണം, അവരുടെ കാര്യത്തിൽ നമുക്ക് ഒരു ശുഷ്കാന്തി എന്നൊക്കെ പറയില്ല, അപ്പോൾ ആ ഒരു കൺസേൺ വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, നല്ല കമ്മിറ്റ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ അവർക്ക് അതൊരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടൊക്കെ ആയിട്ട് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ കൗൺസിലർക്ക് എപ്പോഴും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി, അവരുടെ സിറ്റുവേഷൻസും പ്രശ്നങ്ങളും അനുസരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആക്ട് അക്കോർഡിംഗ്ലി, ആ സിറ്റുവേഷൻ നോക്കിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് നീഡ്സ് ഓഫ് ദ ക്ലയൻറ്റ് ആർ ഗിവൺ പ്രയോറിറ്റി ഓവർ ദ നീഡ്സ് ഓഫ് ദ കൗൺസിലർ ഓർ തെറാപ്പിസ്റ്റ്. ഇപ്പം എനിക്ക് കുറേ നീഡ്സ് ഉണ്ടാവാം ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാനൊരു അനഘ എന്നുള്ളൊരു ക്യാരക്ടർ ആവുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നീഡ്സും എൻ്റെ പ്രയോറിറ്റീസ്, റൂൾസ്, അല്ലെങ്കിൽ എൻ്റെ മൊറാലിറ്റി, എൻ്റെ വാല്യൂസ്, ബിലീഫ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ഒരു ഞാനൊരു കൗൺസിലർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്ലയൻ്റ് ആണെങ്കിൽ ലക്ഷ്മിയുടെ ബിലീഫോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ പ്രയോറിറ്റീസാണ് എൻ്റെ പ്രയോറിറ്റി ആ സമയത്ത്. അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ പ്രയോറിറ്റി ലക്ഷ്മിയുടെ പ്രയോറിറ്റി, അല്ലാതെ എൻ്റെതേ അല്ല. ഓക്കെ, അപ്പം എനിക്ക് ഇന്ന ഒരു റിലീജിയനിൽ വിശ്വാസമുണ്ട്. സെയിം ഇപ്പം സപ്പോസ് ഐ ഫോളോ റിലീജിയൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലീജിയൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ലക്ഷ്മി ഓൾസോ ബിലോങ്സ് ടു, അല്ലെങ്കിൽ റെക്കോർഡിക്കലി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിലീജിയനിൽ പെട്ടതാണ്. പക്ഷെ ലക്ഷ്മിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് കരുതി ഒരിക്കലും ഞാൻ ലക്ഷ്മിയെ ആ വിശ്വാസത്തിലേക്ക് വരുത്താൻ ശ്രമിക്കരുത്. എൻ്റെ പ്രയോറിറ്റി അതായവരുത്. ലക്ഷ്മി എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നിൽക്കണം. അല്ലാതെ ഞാൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, നേരത്തെ പറഞ്ഞ അതേ പോയിന്റിന് ഇൻഫ്ലുവൻസ് ചെയ്യലല്ല, അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എൻ്റെ പ്രയോറിറ്റി അങ്ങോട്ട് വെക്കുന്നത് ഒട്ടും ശരിയല്ല. ലക്ഷ്മിയുടെ നീഡ് എന്താണ്, ലക്ഷ്മിയുടെ പ്രയോറിറ്റി എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഞാൻ നിൽക്കേണ്ടതും കൗൺസിൽ ചെയ്യേണ്ടതും. റൈറ്റ്, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ദാറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ ഇൻഡിവിജ്വൽ ഫോർ ദ പേഴ്സണൽ ഗ്രോത്ത് ഓഫ് ഓൾ പേഴ്സൺസ് ഇൻവോൾവ്ഡ്. അപ്പം ഇതൊരു
പേഴ്സണൽ ഗ്രോത്തിനും കൂടെ ഉള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ അത് വരുന്ന സമയത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ദി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് എനിക്കും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. കാരണം ഗെറ്റിംഗ് ടു നോ ന്യൂ പീപ്പിൾ, കുറേ പുതിയ ആൾക്കാരെ കാണുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നു, അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് പോലും ഡെവലപ്മെന്റ് ഉണ്ട്, ഇൻക്ലൂഡിങ് ലൈക്ക് എല്ലാ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ലക്ഷ്മി തന്നെ എടുക്കാം. ലക്ഷ്മിയുടെ പാരൻസ് വന്നിട്ടുണ്ട്, ഒരു ഫാമിലി തെറാപ്പി ആണെങ്കിൽ പാരൻസ് വന്നിട്ടുണ്ട്, സിബ്ലിങ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് അവർക്കൊക്കെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് ഇടയാക്കണം എൻ്റെ കൗൺസിലിംഗ്. സ്വാഭാവികമായിട്ട് ലക്ഷ്മീൻ്റെ ബിഹേവിയറിലും അങ്ങനെ ഒക്കെ ഗ്രീവൻസിലൊക്കെ പ്രശ്നങ്ങൾ ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും, റൈറ്റ്? അപ്പം അത് എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. It's a relationship that provides the safety needs for the self-exploration of all persons involved. സേഫ്റ്റി നീഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പം ഉണ്ടാവുന്ന ഒരു ഇതല്ല. പ്രോബബ്ലി നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. സേഫ്റ്റി, സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ജസ്റ്റ് ഇപ്പം ഈ കള്ളൻ കയറുമോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ളതല്ല, സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു സൈക്കോളജിക്കൽ സേഫ്റ്റി, പിന്നെ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ, നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസും എല്ലാം ഉള്ള ഒരു, അത് ഓഫ് ഓൾ ദി പേഴ്സൺസ് ഇൻവോൾവ്. ഇപ്പോൾ പലരും വരുന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ പാരൻസ്, സിബ്ലിങ്സ്, സിസ്റ്റർ, ബ്രദർ, ഓക്കെ, എല്ലാവരും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിനുള്ള ഒരു സ്കോപ്പ് തുറന്നു കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കണം ഈ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ്. ഇൻവോൾവ് ആയിട്ടുള്ള, സപ്പോസ് ലക്ഷ്മി മാത്രമാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ എനിക്കത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതൊരു ഫാമിലി തെറാപ്പി ആവുന്ന സമയത്ത് അങ്ങനെ നോക്കണം. അതല്ല ലക്ഷ്മി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക, ഞാനൊരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് ലക്ഷ്മിനെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ലക്ഷ്മി എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രിയൽ കൗൺസിലിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ലക്ഷ്മിയുടെ ഇപ്പോൾ ബോസിനെയും അല്ലെങ്കിൽ ഇപ്പം അവിടുത്തെ സബോർഡിനേറ്റ്സിനെയും ആ ടീമിലുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ചിലപ്പം ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഓൾ പേഴ്സൺസ് ഇൻവോൾവ് എന്ന് പറയുന്നത്. അപ്പം അത് ഡിപ്പെൻസ്, ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യണ്ട. ഓക്കെ, സോ final point is the relationship, it's a relationship that promotes the potential of all persons involved. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെ എല്ലാ പേഴ്സൺസും ഇൻവോൾവ് എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ആ ഒരു തെറാപ്പിസ്റ്റ് അല്ല, സോറി, ആ ഒരു ക്ലയൻറ്റ് മാത്രമല്ല നമ്മളുടെ മുന്നിലുള്ളത് അല്ലേ, അവരുടെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയിക്കൊള്ളുന്നില്ല, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പലരും ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയില്ലേ, ഓക്കെ. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിക്കണം, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെ ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യാ, ഓക്കെ. സോ മൂവിങ് ഓൺ, നെക്സ്റ്റ് ഇസ് ദി സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻസ് ഓഫ് കൗൺസിലിംഗ് പറഞ്ഞു, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദി സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത്, സോ വിൽ സീ ദ സ്ലൈഡ്, ഹ്യൂമനിസം ഇസ് എ പ്രിഡോമിനൻറ്റ് എലമെൻറ്റ് ഓഫ് കൗൺസിലിംഗ്. അതായത് കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള, പ്രിഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന, ഏറ്റവും മുകളിൽ നിൽക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമനിസം ആണ്. റൈറ്റ്, ഹ്യൂമനിസം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിലൊക്കെ ആയിട്ട്, ബേസിക് സൈക്കോളജിയിലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് വാട്ട് ഈസ് ഹ്യൂമനിസം, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്താണെന്നുള്ളത്. അപ്പം ആ ഒരു അപ്രോച്ചാണ് കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും ബേസിക് എലമെൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോപ്പും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ്. ദാറ്റ് ഈസ് ദി 1-to-1 റിലേഷൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു തെറാപ്പിസ്റ്റും എനിക്കൊരു ക്ലയൻറ്റ് വരുന്നുണ്ടെങ്കിൽ കൗൺസിലറും ക്ലയൻറ്റും കൂടെ ഉള്ള ഒരു 1-to-1 റിലേഷൻഷിപ്പ് ആയിരിക്കും. സെക്കൻഡ് തിങ് ഇസ് ദി ഫാമിലി കൗൺസിലിംഗ്. നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഓർത്താൽ മതി. ഇൻ വിച്ച് ഫാമിലി ഈസ് ബ്രോട്ട് ടുഗെദർ ഫോർ ദ റെസൊല്യൂഷൻ ഓഫ് ദിയർ പ്രോബ്ലംസ്, എക്സ്റ്റൻഷൻ ഓഫ്, ഓക്കെ, ഇതിൽ ഫാമിലിയിലെ മെമ്പേഴ്സിനെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ പക്ഷേ എപ്പോഴും ഒന്നിച്ച് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ ആദ്യം ഒരാളോട് സംസാരിക്കും, പിന്നെ രണ്ടാമത്തെ ആളോട് സംസാരിക്കും, അങ്ങനെ ഓരോരുത്തരോട് ഇൻഡിവിജ്വലി എങ്ങനെ, അത് നീഡ് അനുസരിച്ചിരിക്കും. നമുക്ക് ഓരോ കൗൺസിലിങ്ങിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീഡ് അനുസരിച്ച് ഓരോരുത്തരോട് സംസാരിച്ചിട്ട്, പിന്നെ ചിലപ്പം ഗ്രൂപ്പായിട്ട് എല്ലാവരെയും ഇരുത്തി സംസാരിക്കും, പിന്നെ പാരൻസിനെ മാത്രം ചിലപ്പോൾ ഇരുത്തി സംസാരിക്കും. അത് ആ നീഡ് എങ്ങനെയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നീഡ് പോലെ അതിനനുസരിച്ച് ചെയ്യും. ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഗ്രൂപ്പ് കൗൺസിലിംഗ് ടെക്നിക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഫാമിലി കൗൺസിലിംഗ് വരുന്നത്. ബിക്കോസ്
2 or more പേഴ്സൺസ്, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അപ്പം അത്രയും പേഴ്സൺസ് ഇൻവോൾവ് ആവുന്ന സമയത്ത് അതൊരു ഗ്രൂപ്പ് കൗൺസിലിംഗ്. പിന്നെ ജുവനൈൽ ഡെലിക്വൻസിൻ്റെ കേസ് വരുന്നത്, ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുമ്പോൾ കുട്ടികളുടെയൊക്കെ കേസും കാര്യങ്ങളൊക്കെ വരില്ലേ. ഇപ്പം എന്തെങ്കിലും ക്രൈം അണ്ടർ 18 ആൾക്കാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജുവനൈൽ ഡെലിക്വൻസിൻ്റെ ഇതിലാണ് വരിക. അപ്പോൾ അവരുടെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഇപ്പം ജുവനൈൽ ഹോംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കൗൺസിലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സ്കോപ്പാണ്. ദെൻ മെറൈറ്റൽ പ്രീമെറൈറ്റൽ കൗൺസിലിംഗ്, എനിക്ക് തോന്നുന്നു ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ മെറൈറ്റലും പ്രീമെറൈറ്റലും. കാരണം നമുക്ക് പല രീതിയിൽ പല ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി. പക്ഷേ വാട്ട് ഈസ് മാരേജ്, അല്ലെങ്കിൽ വാട്ട് ഷുഡ് വി ഡു ഇൻ എ മാരേജ്, നമ്മുടെ റോൾ എന്താണ്, നമ്മൾ എങ്ങനെ നമ്മളുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമുക്ക് വേണ്ടി നമ്മളെങ്ങനെ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി മിസ്കൺസെപ്ഷൻസും കാര്യങ്ങളാണ്. ഇപ്പം റീസെൻ്റ്ലി നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡൊമസ്റ്റിക് വയലൻസ്, ഓണർ കില്ലിങ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മെറൈറ്റൽ. അപ്പോൾ മാരേജിനെ പറ്റി ഒരു കൃത്യമായ ധാരണ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, എന്താണ് സ്നേഹം, എന്തല്ല സ്നേഹം, മാരേജിൽ വരുന്നത് എന്താണ്, ഇതൊന്നും സ്നേഹത്തിൻ്റെ ഭാഗമായി മാരേജിൽ സംഭവിക്കുന്നതല്ല എന്നൊക്കെ വ്യക്തമായ ഒരു ധാരണയും, ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, ആരെങ്കിലും അപ്രോച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് മെറൈറ്റൽ അല്ലെങ്കിൽ പ്രീമെറൈറ്റൽ കൗൺസിലിംഗ്. നെക്സ്റ്റ് ഇസ് ദ കൗൺസിലിംഗ് ഫോർ ഡിസഡ്വാൻറ്റേജ്ഡ് പോപ്പുലേഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ സോ കോൾഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. പല രീതിയിലും ഇപ്പോൾ മൈനോറിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷനും സ്പെഷ്യൽ കൗൺസിലിങ്ങും നമ്മൾ നൽകേണ്ടത് ആവശ്യമാണ്. കാരണം അവർക്ക് ബാക്കിയുള്ളവർ പോലെയല്ല, അവരുടെ ലൈഫിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, അവർ ഫേസ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സപ്പോസ് ഇപ്പം ഫോർ എക്സാമ്പിൾ വുമൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഐ എം നോട്ട് ടെല്ലിങ് ദറ്റ് ഓൾ വുമൻസ് ആർ ഡിസഡ്വാൻറ്റേജ്ഡ് ഓൾ ദ ടൈം. എല്ലാ ഫീമെയിൽസും എപ്പോഴും ഡിസഡ്വാൻറ്റേജ്ഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ചില സിറ്റുവേഷൻസ് ഉണ്ട് ഫീമെയിൽസ് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മെയിൽസും ഉണ്ട്, അതിനോടും ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ LGBTQ, ഇപ്പോൾ ലെസ്ബിയൻസ്, ഗേസ്, ബൈസെക്ഷൽസ്, ട്രാൻസ്ജെൻഡർ, പിന്നെ ക്യൂർ കമ്മ്യൂണിറ്റി. LGBTQ+ ഉണ്ട് ശരിക്കും, കാരണം പിന്നെ ആ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന എല്ലാവരും, അവരൊക്കെ സമൂഹത്തിൽ ഭയങ്കരമായി ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്തു പോകുന്ന, സൈഡിലേക്ക് തള്ളിപ്പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ കൗൺസിൽ ചെയ്യുന്നത് ഒരു മറ്റൊരു രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ അത് തന്നെ ഒരു ഫീൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫിസിക്കലി ചാലഞ്ച്ഡ്, കാരണം അവർക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് ഒരു നമുക്കെന്നല്ല, ആസ് എ സോ കോൾഡ് നോർമൽ പേഴ്സൺ, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഫിസിക്കൽ ചാലഞ്ചസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരിക്കും അവർ ചെറുപ്പം മുതൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു സ്കോപ്പാണ്, കൗൺസിലിങ്ങിൻ്റെ ഒരു സ്കോപ്പാണ്. ഓക്കെ. പിന്നെ ഓർഗനൈസേഷണൽ കൗൺസിലിംഗ് ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ, ഒരു കമ്പനിയിൽ ഇപ്പോൾ HR മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ, അപ്പോൾ അതുപോലത്തെ HR ഹ്യൂമൻ റിസോഴ്സ് എന്ന് ഇവിടെ കണ്ടല്ലോ, HR, ഇതാണ് HR എന്ന് പറയുന്നത് കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, HRM എന്ന് പറയും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾ, ഒരു കമ്പനിയിൽ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു, ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം. ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആർക്കും ഒരു ലോയാലിറ്റി ഇല്ല, സത്യസന്ധത ഇല്ല, അവരെപ്പോഴും ഒരാൾ വന്നു 6 മാസം കഴിഞ്ഞ് പോവും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് അനലൈസ് ചെയ്തിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്ത് ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി വരുത്തിയിട്ട് ആ സിറ്റുവേഷൻസിനെ മാറ്റാൻ പറ്റണം നമുക്ക്. ഓക്കെ. സോ ദാറ്റ് ഈസ് ദി ഗോൾ ഓഫ് ഓർഗനൈസേഷൻ. ഗോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അല്ല, ഒരു ഔട്ട്ലൈൻ തന്നതാണ്, അങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുക. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഡി അഡിക്ഷൻ, അത് ഭയങ്കര കോമൺ ആയിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. ഈ ആൽക്കഹോളിക്സിനെയും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പം അതിന് വേറൊരു സ്പെഷ്യൽ നോളജ് വേണം. ഇപ്പം LSD, ഓക്കെ, LSD എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഞ്ചാവ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ബ്രെയിനിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, നമ്മളെ ന്യൂറോൺസിനെ അല്ലെങ്കിൽ നമ്മളെ ബോഡി ഫങ്ഷൻസിനെ എങ്ങനെ ചേഞ്ചസ് വരുത്തും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആസ് എ കൗൺസിലർ. അത് മനസ്സിലാക്കിയിട്ട് അത് ഓവർകം ചെയ്യണമെങ്കിൽ, അവർക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും, അങ്ങനെ ഓരോ രീതിയിലും മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതൊരു സ്കോപ്പാണ്. സോ ദീസ് ആർ ദി മേജർ സ്കോപ്സ് ഓഫ് കൗൺസിലിംഗ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സിലൊക്കെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ വേർഡ്സിൽ തന്നെ ഇലാബറേറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളുടെ ഒരു കോമൺ സെൻസിൽ വരുന്ന രീതിയിൽ തന്നെ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ. സോ ദീസ് ആർ ദി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദി ചാപ്റ്റർ, ഡെഫിനിഷൻ ആൻഡ് എന്താണ് സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ്.
ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഒട്ടും മടിക്കാതെ അല്ലെങ്കിൽ ഫീഡ്ബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും ചേഞ്ചസ് ക്ലാസ്സിൽ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. വാട്സാപ്പിലൂടെയോ ജിമെയിലിലൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ജിമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് യാ, please do mark the attendance as comments. Thank you.